തൃശൂർ അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയുടെ ചികിത്സയ്ക്കായി പ്രത്യേക മെഡിക്കൽ സംഘം രൂപീകരിക്കും. ഇത് സംബന്ധിച്ച ഉത്തരവ് നാളെ പുറത്തിറങ്ങും എന്ന വാർത്ത വരുന്നു. ഡോക്ടർ അരുൺ സക്കറയുടെ നേതൃത്വത്തിലുള്ള സംഘം അതിരപ്പള്ളിയിലെത്തും. മസ്തകത്തിൽ നിന്ന് വെടിയേറ്റ നിലയിലുള്ള ആനയുടെ ദൃശ്യങ്ങൾ 24 പുറത്തുവിട്ടതിന് പിന്നാലെയാണ് നടപടി. 24 ഇമ്പാക്ട് സൂരജ് സജി ചേരുന്നുണ്ട് ഇപ്പോൾ തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി. സൂരജ്, നമ്മൾ ദൃശ്യങ്ങളും വാർത്തയും ഒക്കെ ദിവസങ്ങളായി നൽകുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഇപ്പോഴത്തെ തീരുമാനം സൂരജ്? ഉന്മേഷ്, ആനയുടെ ചികിത്സ ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക മെഡിക്കൽ സംഘം അതിരപ്പള്ളിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായുള്ള വാർത്ത. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി 24 ആണ് ഈ ആന ഇങ്ങനെ മുറിവേറ്റ നിലയിൽ ഈ അതിരപ്പള്ളി മേഖലയിൽ എത്തിയത് സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തുവിട്ടത്. പക്ഷേ ഇതിനുശേഷം നമുക്കെതിരെ വലിയ ആക്രമണമാണ് വിവിധ കോണുകളിൽ നിന്ന്, അത് വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നടക്കമുണ്ടായത്. ഇത്തരത്തിലൊരു സംഭവമില്ല എന്ന തരത്തിൽ ഈ ആനയെ പരിക്കേറ്റ ആനയുടെ വിവരങ്ങൾ ഉൾപ്പെടെ മറച്ചുവെക്കാൻ അതിരപ്പള്ളിയിലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് പോലും ബോധപൂർവമായി ശ്രമമുണ്ടായി. പക്ഷേ ഇതിലൊരു നിർണായക ഇടപെടൽ ഉണ്ടാകുന്നത് ഇന്ന് നമ്മൾ പുറത്തുവിട്ട ദൃശ്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. അതായത് ആനയുടെ മസ്തകത്തിൽ നിന്ന് ഈ പഴുപ്പ് ഒലിച്ചിറങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ ഇന്ന് രാവിലെയാണ് നമ്മൾ നമ്മുടെ മോർണിംഗ് ഷോയിൽ പങ്കുവച്ചത്. ഇതിന് പിന്നാലെ പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കം ഇത് സംബന്ധിച്ച ഉന്നത കേന്ദ്രങ്ങളിലേക്ക് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൈമാറിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഒരു നിർണായക ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിൽ പ്രത്യേക മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചുകൊണ്ട് ആനയ്ക്ക് ചികിത്സ ഉറപ്പാക്കാനുള്ള നീക്കമാണ് ആരംഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ആനയുടെ മസ്തകത്തിൽ എങ്ങനെ മുറിവുണ്ടായി എന്നത് സംബന്ധിച്ച് വിശദമായ പഠനം നടത്തും. അതായത് ഈ വെടിയേറ്റതാകാം ആനയുടെ മുറിവ് എന്നത് ഇപ്പോഴും ഈ ഉന്നത ഉദ്യോഗസ്ഥർ തള്ളുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ ആനയ്ക്ക് ഈ വെടിയേറ്റതിനെ തുടർന്നാണ് ഈ മസ്തകത്തിൽ മുറിവുണ്ടായത് എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും. അതോടൊപ്പം തന്നെ ഈ മസ്തകത്തിൽ നിലവിൽ ഈ പഴുപ്പ് ഉൾപ്പെടെ ഒലിച്ചിറങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആനയെ പിടികൂടി ചികിത്സിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ പരിഗണനയിലാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഈ മെഡിക്കൽ സംഘത്തെ രൂപീകരിക്കുന്നത് സംബന്ധിച്ചുള്ള ഉത്തരവ് ഔദ്യോഗികമായി പുറത്തിറങ്ങിയിട്ടില്ല. നാളെ തന്നെ ഈ ഉത്തരവ് പുറത്തിറങ്ങും. അങ്ങനെയെങ്കിൽ നാളെ തന്നെ അരുൺ സക്രിയയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തെ രൂപീകരിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ആയിട്ട് അരുൺ സക്രിയയുടെ നേതൃത്വത്തിലുള്ള സംഘം അതിരപ്പള്ളിയിലെത്തി ആനയ്ക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. ഉന്മേഷ്, ശരി, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. 24 നൽകിയ വാർത്തയ്ക്ക് പിന്നാലെ ഇപ്പോൾ അടിയന്തര ഇടപെടൽ ഉണ്ടാകുന്നു. ഡോക്ടർ അരുൺ സക്രിയ അങ്ങനെയെങ്കിൽ അതിരപ്പള്ളിയിലേക്ക് എത്തും.